നിങ്ങളൊന്ന് എഴുന്നേൽക്ക്, അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛന് നിങ്ങളെ കാണണോന്ന് പറയോ? അമ്മാവനെത്തിയോ? എത്തി. ഭക്ഷണം കഴിക്കാതെ വെയിറ്റ് ചെയ്തിരിക്കുക. ഒന്ന് എഴുന്നേറ്റ് വാ രഘുവേട്ടാ. എന്തിനാ രഘുവേട്ട സ്വയം ഇങ്ങനെ നശിക്കുന്നത്? എന്നോടുള്ള വാശി തീർക്കുന്നതാണോ? നിന്നോട് എനിക്ക് എന്ത് വാശിയാമ്പിളി? പിന്നെ ഈ കാണിക്കുന്നതിന്റെ അർത്ഥം എന്താ? എന്താന്ന്? അതെ, രഘുവേട്ടൻ തിരിച്ചു വന്നതിലും നമുക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നതിലും ഈശ്വരനോട് നന്ദി പറഞ്ഞിട്ട് വന്നേക്കുവാ. പാവ അച്ഛൻ. ആ മനുഷ്യനെ വേദനിപ്പിക്കാൻ എന്നെ കൊണ്ട് വയ്യ രഘുവേട്ട. അതെ, നിങ്ങളായിട്ട് ഇനി അച്ഛനൊന്നും അറിയിക്കരുത്. എന്റെ അമ്പിളി, അതിന് മാത്രം എന്ത് പ്രശ്നം ഇവിടെ ഉള്ള? കുറച്ച് മദ്യപിക്കുന്നത് അത്ര വലിയ കുറ്റമൊന്നുമല്ല. അതെ, നിങ്ങളുടെ കണ്ണിൽ ഒന്നും കുറ്റമല്ല. മദ്യപിക്കുന്നതും കുറ്റമല്ല, സ്വയം ഇങ്ങനെ നശിക്കുന്നതും കുറ്റമല്ല. ദേ ഇപ്പൊ തന്നെ ആ വണ്ടി കൊണ്ടുപോയി വിറ്റതും കുറ്റമല്ല. ഓ, അപ്പൊ അതാണ് കാര്യം. അതെ, ഇപ്പൊ എനിക്ക് വേണ്ടത് വണ്ടിയല്ല, പണവാ. അതുകൊണ്ടാണ് ഞാൻ വണ്ടി വിറ്റ. എടി, അതൊക്കെ അമ്മാവന് പറഞ്ഞാൽ മനസ്സിലാവും. ദൈവത്തെ ഓർത്ത് ഇപ്പൊ ഒന്നും അച്ഛനെ അറിയിക്കല്ലേ രഘുവേട്ട. ഈ പ്രായത്തിനിടയ്ക്ക് ഒരുപാട് വിഷമങ്ങൾ സഹിക്കുകയും വേദനിക്കുകയും ചെയ്ത ആളാ എന്റെ അച്ഛൻ. ഇത്രയും നാളുകൊണ്ട് എനിക്ക് എന്റെ അച്ഛനെ കൊടുക്കാൻ പറ്റിയത് സങ്കടങ്ങൾ മാത്രം. അച്ഛന്റെ ഏക പ്രതീക്ഷ വയസ്സാം കാലത്ത് തണലായിട്ട് രഘുവേട്ടനുണ്ടാവുമെന്ന്. ആ സ്വപ്നവും ഇങ്ങനെയൊക്കെ ആയെന്ന് തൽക്കാലം അച്ഛൻ അറിയണ്ട. പ്രശ്നങ്ങളെല്ലാം മാറി എന്നുള്ള വിശ്വാസത്തില് ആ പാവൊന്ന് ആഹാരെങ്കിലും കഴിച്ചോട്ടെ. അതുകൊണ്ടേ ഇവിടെ നടന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് ഒന്നും പറയണ്ട. ആ ഒരു മനസാക്ഷിയെങ്കിലും നിങ്ങൾ എന്നോട് കാണിക്കൂ. എന്റെ അമ്പിളി, നീ വിഷമിക്കാതിരിക്കുക. ഞാനായിട്ടൊന്നും പറയില്ല. പോരെ പോരെ? ശരി, എങ്കിൽ പോയി കുളിക്കേ. ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. ശരി, ഞാൻ പോരാ. വേഗം കുളിച്ചിട്ട് വരാം. അതെ, ദൈവത്തെ ഓർത്ത് കുടിച്ചിട്ട് വരല്ലേ. ഞാനെന്റെ ടൗലും. ഈ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും ആ പാവ സമാധാനായിട്ട് കഴിച്ചോട്ടെ രഘുവേട്ട. ശരി, നീ ചെല്ല. പോവാൻ പൊക്കൂടി.